ഹായ് എവരിവൺ, എൻ്റെ പേര് ശില്പ. ഇത് ഞങ്ങളുടെ പിഹൂസ് വ്ലോഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പെറ്റ്സും പിന്നെ അവരുടെ വിശേഷങ്ങളുമാണ്. അപ്പൊ നമുക്കിനി എല്ലാരെയും പോയിട്ടൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ആള് ഇത് അപ്പൂസാണ്, പേർഷ്യൻ കാറ്റ് ആണ്. ഇത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അവർക്ക് ഒരു അലർജി ഇഷ്യൂ ഒക്കെ ആയിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പം അവർ ഭയങ്കര സ്നേഹത്തോട് നോക്കിയ ഒരാളായിരുന്നത്. അപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാണാറൊക്കെ ഉണ്ട്, വിസിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് വേണം വന്നിട്ട് ഒരു 1.5-2 മാസമായിട്ടുള്ളൂ. നല്ല വികൃതിയാണ്, കാണുന്നില്ലേ? നല്ല കുത്തക്കേടാണ് ആള്. ആ കുഞ്ഞല്ലേ, അപ്പൊ അതിന്റെ ഒരു വികൃതിയാണ് കാണിക്കുന്നത്. പക്ഷെ ആള് ഹാപ്പിയാണ്, നല്ല പ്ലേഫുൾ ആയിട്ടുള്ള ഒരാളാണ്. സെറ്റാണ്. ഇനി വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി ഇവരെ കൂട്ടിലേക്ക് ആക്കാം. അപ്പൊ ഇവരുടെ കൂടെല്ലാം ഞങ്ങളുടെ വീട്ടിനുള്ളിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവരുടെ കൂട്. കൂട്ടിൽ വേറെയും കുറച്ച് ആൾക്കാരെ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാണിച്ചു തരാം. അപ്പൊ ഇവരെ ഫസ്റ്റ് ഇവരുടെ കൂട്ടിലേക്ക് ആക്കാം. ഇവരെ കൂട്ടിൽ അങ്ങനെ ഇടാറൊന്നുമില്ല, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രമേ കൂട്ടിലേക്ക് ആക്കാവൂ. അപ്പം അപ്പൂസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ആളെ കാണാൻ പോകുന്നത്, ആളുടെ പേര് ജൂലി എന്നാണ്. ആളൊരു നാടൻ പൂച്ചയാണ്. എനിക്ക് ഇവളെ കിട്ടിയേക്കുന്നത് കൊച്ചിന്നാണ്. അപ്പോൾ കോഴിക്കോട്ടുകാരിയല്ല, അവൾ കൊച്ചിക്കാരിയാണ്. പിന്നെ അവളുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഫിഷ് കൊടുക്കുന്നുണ്ട്, ചിക്കൻ കൊടുക്കുന്നുണ്ട്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ ഇവരുടെ കാറ്റ് ഫുഡ്, ഇങ്ങനെയാണ് ഇവളുടെ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഡീവേമിങ് എല്ലാം എല്ലാ മന്തും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ വാക്സിനേഷൻ അത് ഇയർലി നമ്മളിവിടെ ഷാജഹാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആള് കുറച്ച് പേടിയാണ്, പെട്ടെന്ന് എല്ലാവരോടും അങ്ങോട്ട് ഇണങ്ങില്ല, എല്ലാവരും പേടിയാണ്. ഞങ്ങൾ വീട്ടിൽ കുറച്ച് ആൾക്കാരായിട്ട് മാത്രമേ അവൾ അത്യാവശ്യം നല്ല മിങ്കിളായിട്ട് ഇരിക്കുന്നുള്ളൂ. പിന്നെ അടുത്തുള്ളത് നമ്മുടെ ബംഗാൾ കാറ്റാണ്, ദ്രോണ എന്നാണ് പേര്. ആൾക്ക് 1 വയസ്സായി പ്രായം. ആളെനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നതാണ്. അന്ന് ഇവന് 2 മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ സെയിം ഫുഡ് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ആ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ വികൃതിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ അഗ്രസീവ് അങ്ങനെയൊന്നല്ല. ആൾക്ക് ഇങ്ങനെ ഇരുന്ന സ്ഥലത്ത് തന്നെ കുറച്ചാലും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളിങ്ങനെ ഓടിയോണ്ടും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അത്രയുള്ള ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ എന്താ പറയാ, പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ തന്നെ ഇവന്റെ ഒരു പ്രശ്നമില്ല, ഒരു പേടി പോകില്ല ആൾക്കാരെത്തിക്ക് പോകാൻ. പിന്നെ വരുന്നവർക്ക് എന്തെങ്കിലും പൂച്ചേനെ പേടിയുള്ളവർ അങ്ങനത്തെ ഒരു സീന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇവർക്ക് ഈ കൂട്ടിലേക്ക് ഇടുന്നത്. പിന്നെ ഈ അടുത്ത ആളുള്ളത് പിഹു ആണ്, നമ്മുടെ ചാനലിന്റെ മെയിൻ കഥാപാത്ര ആളാണ്. ഇപ്പൊ ആളെ കാണിച്ചു തരാം. പിഹുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമ്മേനെയാണ് ഫസ്റ്റ് പരിചയപ്പെടേണ്ടത്. കാരണം അമ്മയാണ് പിഹുയുടെ A to Z കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, അപ്പൊ നമുക്ക് നല്ല പിഹുവിനെ വിളിക്കാം. പിഹു അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിഹുവിന് ഞാൻ അമ്മയാണ്. കാരണം 45 ദിവസം പ്രായമുള്ള സമയത്താണ് അവൾ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ആള് ഭയങ്കര വികൃതിയാണ്. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണതും, അവൾക്ക് ഭക്ഷണം കൊടുക്കണതും കുളിപ്പിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. എന്നാലും ഒരു ദിവസം പോലും ഞാനില്ലാതെ അവൾക്കോ അവളില്ലാതെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വരും വീഡിയോകളിൽ എല്ലാ കാര്യങ്ങളും പറയാം, അല്ലേ പിഹു? അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും